welcome to another episode of Stay Joiner. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ നമ്മൾ കുറച്ച് ടൈമായിട്ട് ഒരുപാട് ന്യൂസസ് കാണുന്നുണ്ട്. സാലറി ത്രഷോൾഡ് കുറച്ചു 29,000 ആക്കി. പിന്നെ വിസ റിന്യൂവൽസിന്റെ ഒക്കെ കാര്യങ്ങൾ, PSWന്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോം ഓഫീസിൽ നിന്ന് ഒരു റിവ്യൂ കഴിഞ്ഞതിന് ശേഷം റൂൾസ് വന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോസ് കാണാനിടയായി. അപ്പം നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അപ്പൊ ഫാക്ട് ഷീറ്റ് അനുസരിച്ച് എന്തൊക്കെയാണ് ഹോം ഓഫീസിൽ നിന്ന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ UK-യിലുള്ളവരാണെങ്കിലും UK-യിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. സോ വാച്ച് ടു ദാറ്റ്. അപ്പൊ ഫസ്റ്റ് അത് കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഹോം ഓഫീസിൽ നിന്ന് വന്ന ഡീറ്റെയിൽസിന്റെ ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഡൗട്ടായിരുന്നു, ഇപ്പം കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഏപ്രിലിന് ശേഷം ഈ ഒരു റൂൾ വന്നിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്. അതിന് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഹോം ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ഫാക്ട് ഷീറ്റ് അനുസരിച്ച് നിങ്ങളിപ്പം ഓൾറെഡി കെയർ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂള് വരുന്നത് ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ ഒരു റൂൾ ഇംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്, അവർ പറഞ്ഞതനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ആ റൂൾ ഇംപ്ലിമെന്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾറെഡി കെയർ വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ റൂള് വന്നാലും നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് റൂളായിരിക്കും നിങ്ങളെ ബാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു കേസ്. പിന്നെ ഇവിടെ ഇപ്പം നിൽക്കുന്ന പല തരത്തിലുള്ള ജോലിക്കാരുണ്ട്. അതായത് ഷെഫുമാരായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, പിസ്സ ഷോപ്പിൽ നിൽക്കുന്നവരുണ്ട്, അതല്ലാതെ വിസ കിട്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലാതെ മറ്റു പല ജോലികളിലും വിസ കിട്ടിയിട്ടുള്ളവരുണ്ട്. അതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കരുതിയിരുന്നത് ഇൻ കേസ് നിങ്ങൾ വിസ റിന്യൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് ഈ 38,700 എന്നുള്ള റേറ്റിലേക്ക് നിങ്ങൾക്ക് റിന്യൂ ചെയ്യുന്ന സമയത്ത് അവർ പൈസ വേണം എന്നുള്ളതായിരുന്നു. പക്ഷെ അല്ല, നിങ്ങൾ ഏത് ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിലും, അല്ല നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആണെങ്കിലും, അതല്ല ഇനിയിപ്പോൾ ഏത് വിസയിലാണ് നിൽക്കുന്നതെങ്കിലും, ഇപ്പം കറന്റ്ലി നിങ്ങൾക്കുള്ളൊരു നിയമം അനുസരിച്ച് ഇപ്പൊ 3 വർഷത്തെ COS ആണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ആ 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്യണം. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്കൊരു 38.7 നിങ്ങൾക്ക് സാലറി വേണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ എത്രയാണോ സാലറി അതേ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യാൻ പറ്റും. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ UK-യിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നവരെ ഈ റൂൾ അഫക്ട് ചെയ്യുന്നില്ല. അപ്പം ഈ 38.7 എന്നുള്ളത് പിന്നെ ആർക്കാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്? ഉറപ്പായിട്ടും ഈ ഒരു റൂൾ ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടെങ്കിൽ ഏപ്രിലിന് ശേഷം ജോലി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ജോലി കിട്ടുന്നവർക്ക് ഒരു സ്കിൽഡ് വർക്കർ വിസ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 38.7 തന്നെ വേണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പല വീഡിയോസിലും ഞാൻ കണ്ടു 38.7 എന്നുള്ളത് 29,000 ആക്കി എന്നുള്ളത്. പക്ഷെ ഞാൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പം വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പം അത് അവർ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺസിനെയാണ്. ഒരുപാട് നാളായിട്ട് നമ്മളിപ്പോൾ BBC ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനകത്തൊരു ന്യൂസിനകത്ത് ഇവരുടെ എതിർപ്പ് അവർ പൂർണ്ണമായിട്ടും കാണിക്കുന്നുണ്ടായിരുന്നു. പല ഡിസ്കഷൻസും എല്ലാം ന്യൂസ് ചാനൽസിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു 38.7 എന്നുള്ളത് ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺസിന് ഈ ഒരു 38.7 അവർക്ക് വേണമെന്ന് പറയുന്നത് ഒട്ടും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ നമുക്കറിയാം ഇപ്പൊ നോർത്ത് അയർലൻഡിലൊക്കെ ആണെങ്കിൽ കുറവാണ്. പക്ഷെ നമ്മൾ ലണ്ടനിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ മിക്സ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ലണ്ടനിലുള്ള ഒരുപാട് ആൾക്കാർ ഫോറിനേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അത് അവിടെ ഒരു കൾച്ചറായിട്ട് മാറിയേക്കാണ്. അവിടെ ഒരു വേർതിരിവില്ല അങ്ങനെ. അപ്പം ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഇന്ന റിലേഷൻഷിപ്പിലായിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം പുറത്തുനിന്നുള്ളവർ, അതിപ്പോ എവിടെ നിന്നോ, ഏഷ്യയിൽ നിന്നാണെങ്കിലും ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള അഫെയർ ആയിട്ട് ഒരു ഫാമിലി പ്ലാൻ ചെയ്യുന്ന പലരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 38.7 സാലറി വേണമെന്ന് പറയുന്നത് അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവരതിനകത്തൊരു റിവ്യൂ ചെയ്തിട്ട് അവർ കുറച്ചിട്ടുണ്ട്, 29,000 ആക്കി കുറച്ചിട്ടുണ്ട്. അത് നമ്മുടെ പോലെയുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിനല്ല, ഇവിടെ ബ്രിട്ടീഷ് സിറ്റിസൺസ്. അവർ പറഞ്ഞിട്ടുള്ളത് ഈ 29,000 എന്ന് പറയുന്നത് ഇപ്പം അവർ ആ ഒരു റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അത് കുറച്ച് ടൈം കഴിയുന്നതിനനുസരിച്ച് അവരത് ഇൻക്രിമെന്റ് ചെയ്ത് തന്നെ കൊണ്ടുവരും. അതായത് ആ ഒരു സാലറി ത്രഷോൾഡ് 29,000 ആയിട്ട് തന്നെ നിൽക്കില്ല, അവർ ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ റൂൾ ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഇതെല്ലാം നിലവിൽ വരുന്നത് 2024 ഏപ്രിലാണെന്നും സ്പ്രിംഗിലാണെന്നും അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ന്യൂസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. കാരണം ഇവിടെ ഇപ്പൊ നിൽക്കുന്ന സ്കിൽഡ് വർക്കേഴ്സിന് ഒരു കാരണവശാലും നമുക്കൊരു 29,000 ഉണ്ടെങ്കിൽ നോർമലി ഒരാൾക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് വിസ വേണമെന്നുണ്ടെങ്കിൽ 38.7 തന്നെ വേണം. മറ്റൊരു ഡൗട്ട് അതിന്റെ കൂടെ തന്നെ വരുന്നത് ന്യൂ എൻട്രന്റ് വിസ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ്. അത് റിവ്യൂ ചെയ്യുന്നേ ഉള്ളൂ. ഏപ്രിലിൽ ആ ഒരു റൂൾ ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടെങ്കിലാണ് കുറച്ചുകൂടി അതിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. പക്ഷെ ആസ് ഓഫ് നൗ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം UK-യിലുള്ളവർക്ക്
നിൽക്കുന്നവർക്ക്, സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും PSW നിൽക്കുന്നവർക്കാണെങ്കിലും ന്യൂ എൻട്രന്റ് വിസ വരും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് ഇപ്പൊ അത് ഓൾറെഡി ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇപ്പം കറന്റ്ലി നമുക്ക് ആ റൂൾ ഉണ്ടെങ്കിൽ പോലും പിന്നീട് അവർ എടുത്തു കളയുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു യാതൊരുവിധ ഉറപ്പുമില്ല. പിന്നെ ഹോം ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PSW ഇനി വരുന്ന വർഷങ്ങളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം റിവ്യൂ ചെയ്യുന്നുള്ളതാണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പൊ ഒരുപാട് വർഷമായിട്ട്, ഒരു 3-4 വർഷമായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇവിടുത്തെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ആ ഒരു ഇതിനു മുമ്പും ഒരു 10 വർഷം മുമ്പും ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് പൊതുവേ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ PSW എടുത്ത് കളഞ്ഞേക്കാം. പക്ഷെ ഇപ്പം കറന്റ്ലി ഉള്ള സ്റ്റുഡൻസിന് അതൊന്നും യാതൊരു രീതിയിൽ അഫക്ട് ചെയ്യില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക്, സ്റ്റുഡന്റ് ഇവിടെ നിൽക്കുന്നു, ഡിപ്പെൻഡന്റ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നിൽക്കുന്നു, അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് ആയിട്ട് പറയുവാണെങ്കിൽ 2023 സെപ്റ്റംബറിൽ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു. സ്റ്റുഡന്റും ഡിപ്പെൻഡന്റും വന്നു. അപ്പൊ സ്റ്റുഡന്റ് പഠിക്കുവാണ്, ഡിപ്പെൻഡന്റ് ആണ്, വർക്ക് ചെയ്യുന്നത്. പക്ഷെ പ്രോപ്പർ ഒരു വിസ ആയിട്ടില്ല, സ്റ്റുഡന്റ് വിസയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് കഴിയാതെ, കാസ്റ്റ് ഡേറ്റ് കഴിയാതെ സ്റ്റുഡൻസിന് കെയർ അസിസ്റ്റന്റ് ആയിട്ടൊന്നും സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഓൾറെഡി നിയമം വന്നതാണ്. അപ്പൊ ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിപ്പെൻഡന്റിന് എങ്ങനെയെങ്കിലും ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെ വിസയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിസയോ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിസ ഈ റൂൾ വരുന്നതിന് മുമ്പ് എടുക്കുവാണെങ്കിൽ, കാരണം എന്ത് വന്നാലും 2024 സെപ്റ്റംബറിലാണ് സ്റ്റുഡന്റിന്റെ കോഴ്സ് കഴിയുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സ്റ്റുഡന്റ് ആ ഒരു ജോലിക്ക് കയറുകയാണെങ്കിൽ കൂടി ഡിപ്പെൻഡന്റിനെ അവർക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. റൂൾ അനുസരിച്ച് അത് പറ്റില്ല. ആ റൂൾ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. അപ്പൊ 2024 കോഴ്സ് കഴിയുന്ന സിംഗിൾ ആയിട്ടുള്ളവരുടെ കാര്യം പറയുവാണെങ്കിൽ അവർക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം PSW എടുക്കാം. കാരണം ഇപ്പോഴും PSW നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്ക് PSW കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കോഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും PSWയിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു സമയത്ത് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് PSW കൊണ്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാന്നുള്ള റൂളിലാണല്ലോ നിങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമാവില്ല. പക്ഷെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ഇതുപോലെ നല്ലൊരു ജോലി, ഒരു ന്യൂ എൻട്രന്റ് വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 70% നിങ്ങൾക്ക് സാലറി വാങ്ങിച്ചാൽ മതിയാവും. ഇൻ കേസ് ഇനി അവർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് എടുത്ത് കളയുവാണെങ്കിൽ 38.7 തന്നെ നിങ്ങളൊരു സാലറി ഉള്ള ഒരു ജോലി തന്നെ കണ്ടുപിടിക്കേണ്ടി വരും, വിസയുള്ളത്. അപ്പം അതൊക്കെയാണ് ഇനി ഫ്യൂച്ചറിൽ വരുന്ന സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ ഇപ്പം കറന്റ്ലി നിന്ന് 24 കോഴ്സ് തീരുന്ന സ്റ്റുഡൻസിന് വരുന്ന കാര്യങ്ങൾ. ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഒരുപാട് പേര് താഴെ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് അതിനൊരു റിപ്ലൈ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പം കറന്റ്ലി UK നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വിസ ചേഞ്ച് ചെയ്യാം. 2024 ഏപ്രിലിന് ആ റൂള് വന്നാലും, നിങ്ങൾ അതിന് മുമ്പ് ഓൾറെഡി വിസ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി COS അടിച്ചിട്ടുണ്ടെങ്കിൽ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും. UK എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല. 2024 സ്പ്രിംഗിൽ ഈ ഒരു റൂള് വന്നതിന് ശേഷം കെയർ അസിസ്റ്റന്റ് ആയിട്ട് UK മാറുവാണെങ്കിലും നാട്ടിൽ നിന്ന് വരുവാണെങ്കിലും അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. ആ ഒരു റൂൾ അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. നമ്മളിപ്പോ ഈ വീഡിയോയിൽ മാക്സിമം വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ കെയർ വിസയുടെ കാര്യം പറഞ്ഞു, ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന കാര്യം നമ്മൾ പറഞ്ഞു, ന്യൂ എൻട്രന്റ് വിസ ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഇപ്പം കറന്റ്ലി ഉണ്ടെങ്കിൽ കൂടി അത് ഏപ്രിലിൽ അതിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. PSW റിവ്യൂലാണ്, അത് ചിലപ്പം 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ എടുത്ത് കളഞ്ഞേക്കാം. അതിനും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. എന്തായാലും കറന്റ്ലി നിൽക്കുന്നവർ അതൊന്നും അഫക്ട് ചെയ്യുന്നില്ല. കറന്റ്ലി നിൽക്കുന്ന സ്റ്റുഡൻസിന് ഉറപ്പായിട്ടും PSW ഉണ്ട്. പിന്നെ 29,000 സാലറി ത്രെഷോൾഡ് റെഡ്യൂസ് ചെയ്തു എന്ന് പറയുന്ന ബ്രിട്ടീഷ് സിറ്റിസൺസിനാണ്, അല്ലാതെ സ്കിൽഡ് വർക്കേഴ്സിനല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യരുത്, നിങ്ങൾ വീഡിയോന്റെ താഴെ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ സെയിം ഡൗട്ട്സ് ഉള്ളവർക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ആവുകയും ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.